ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മലേഷ്യക്ക് ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാട്ടോ പറയുന്നത്. അതിൽ നമ്മൾ കണ്ട മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടോ പോയത്. അപ്പച്ചൻ്റെ അമ്മയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാട്ടോ. അവരാദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. അമ്മ കൊന്തിയൊക്കെ ചൊല്ലി ഇരിക്കുമായിരുന്നു. ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം അമ്മ ഓക്കെ ആയി. അവർ വിൻഡോയിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരാദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ മിഡ് നൈറ്റാണ് പോയത്. അതുകൊണ്ട് ഈ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന ഭൂമിയിൽ നിറച്ച് ലൈറ്റുള്ള ഇത് കോഴിക്കോട്ട് നിന്നാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതിൻ്റെ വ്യൂസായിട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്തു. നല്ല മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മലേഷ്യയിൽ ഇന്ത്യൻ ടൈമായിട്ട് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മളവിടെ ലാൻഡ് ചെയ്തപ്പോൾ രാവിലെ 7-7:30 ആയിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റ് വെച്ച് തന്നെ സൺറൈസൊക്കെ കാണാൻ പറ്റി. നിറച്ച് മേഘങ്ങളുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും അവർക്ക് കാണാൻ പറ്റി. അപ്പോൾ നൈറ്റ് വ്യൂവും മോർണിംഗ് വ്യൂവും അവർ ഒരുമിച്ച് കണ്ടു കേട്ടോ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയുക മസാല ദോശ, ഇഡലിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോബോട്ടാട്ടോ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഈ ഹോട്ടലിലെ അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ റോബോട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതിൽ നമ്മുടെ ഫുൾ ഓർഡർ ചെയ്ത ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തരും. അങ്ങനെയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് മിനി കേരളമാണോ മിനി ദുബായി ആണോ എന്ന് തോന്നിപ്പോയി. കാരണം നിറച്ച് പച്ചപ്പും ഹരിതാപമായിരുന്നു. തെങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാഴയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല വിസ്തീർണമുള്ള റോഡുകളും സിഗ്നൽസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതും പിന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടോ അവരവരുടെ സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ബിൽഡിങ്ങുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ദുബായിലെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ലാർജ് സൈസിലും ഹൈറ്റിലുള്ള ബിൽഡിംഗ് ആട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ചൈനീസ് ടെമ്പിൾ കാണാനാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അച്ഛനമ്മയൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവരാദ്യം കണ്ട ഡെസ്റ്റിനേഷനാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ച് നേരെ ഇവിടേക്കാട്ടോ വന്നത്. ഭയങ്കര ആർക്കിടെക്ചറലി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല കളർഫുള്ളാട്ടോ. പൊതുവേ ചൈനീസ് ടെമ്പിളുകളിലെല്ലാം കാണുന്ന ലൈറ്റ്സ്, ആ റെഡും യെല്ലോയും മിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ഫുള്ള് അവർ ഇതിൻ്റെ മേൽക്കൂരയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് 3 ദൈവങ്ങളാണുള്ളത്. ഒന്ന് സമാധാനത്തിൻ്റെ, ഒന്ന് മാതൃത്വത്തിൻ്റെ, ഒന്ന് വിനയത്തിൻ്റെ, അങ്ങനെ 3 ദൈവങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നാനാ ജാതി മതസ്ഥരെല്ലാവരും വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ പേര് ടെമ്പിൾ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നല്ല സ്മെല്ലാട്ടോ. അവിടെ ഒരു പ്രത്യേകതരം എന്തോ ലിക്വിഡ് ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അലൗഡായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിൻ്റെ മേൽക്കൂര, അതിൻ്റെ വോൾസ്, അതെല്ലാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ ഇത്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം. അതിൻ്റെ മേൽക്കൂര കാണാൻ ഭയങ്കര രസമായിട്ട് ഒത്തിരി വർക്ക്സ് അതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അവർ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ പുറത്താണെങ്കിലും നമുക്കിങ്ങനെ ഒരു മെഴുകുതിരിയാണോ ചന്ദനത്തിരിയാണോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നമുക്കൊരു തിരി മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ഈ നടുത്തളം ഉണ്ടല്ലോ, ഇതിൻ്റെ നടുവിൽ കാണുന്ന ആ സാധനം, അവിടെ നമുക്കിത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ച് വെച്ച് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുന്നു ആ കാര്യം നടക്കുന്നതാണ് ഇവരുടെ വിശ്വാസം. ഒത്തിരി ആൾക്കാർ വന്നിങ്ങനെ അത് തിരി കത്തിച്ച് വെച്ചിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. ഇതാണ് ആ സാധനം ഇവിടെ വെച്ചായിട്ട് ആൾക്കാർ കത്തിക്കുന്നത്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ പ്രാർത്ഥനകളും നടക്കട്ടെ. അങ്ങനെ ഇതാണ് ആ സാധനം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും നടന്ന് കണ്ടു. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര നല്ല വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയോ കാറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വെയിലാണെങ്കിലും അത്രയ്ക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. താഴത്തെ നിലയിൽ മാത്രമല്ല മുകളിലത്തെ നിലയിൽ നമ്മൾ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇച്ചിരി ഹൈറ്റിലിരിക്കുന്ന ഒരു അമ്പലമാണേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും മേൽക്കൂരകളുടെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിത് ഫുള്ള് നടന്ന് കണ്ടു. എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് കുറേ നേരം അവിടെ മിണ്ടാതിരിക്കാൻ തോന്നും. നമ്മൾ ഏതോ ലോകത്തെത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര കാരണം അവരുടെ ശബ്ദം, മണിനാദങ്ങളും അവിടുത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് താഴേക്ക് ആ കളർഫുൾ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു ലവ് യു ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ കപ്പിൾസ് എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ടായിട്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചത്. കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഫുള്ള് കറങ്ങി നടക്കുമായിരുന്നു.
കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ മലേഷ്യൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള വിശേഷങ്ങൾ കാണാൻ യൂട്യൂബ് ചാനൽ ഫോളോ